കല്ലേറ്റിക്കരയിലെ PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിലെ മാത്സ് ആണ് നമ്മൾ എടുക്കുന്നത്. മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ പേരാണ് ഈക്വൽ ട്രയാങ്കിൾസ് ആണ് കേട്ടോ. ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ നമ്മുടെ സെഷൻ 5 ആണ്. അതിൽ നമ്മൾ പഠിച്ച ഒറ്റ തിയറിയാണ്. ഇപ്പൊ എന്താ പഠിച്ചത്? ഈ ട്രയാങ്കിൾസില് 2 ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ 2 ട്രയാങ്കിളിലെ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇപ്പൊ ABC PQR അല്ലെ, ഇതിലെ തുല്യ കോണുകൾ കാണണമെങ്കിൽ തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. മനസ്സിലായോ? ഇത് നമ്മൾ പഠിച്ച തിയറി. തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യം. നേരെ തിരിച്ചും തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും. തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോൺ തുല്യമാണ്. അതുപോലെ തന്നെയാണ് ഈക്വൽ ആംഗിൾസിന്, ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ. ഓക്കെ, ഇപ്പൊ 4, 5, 6 വെക്കാണ്. ഇവിടെ ഇതാണ് 4, 5, 6 അല്ലെ. ഇതിലെ 4 എന്ന് പറഞ്ഞാൽ ആംഗിൾ Q ആണ് അല്ലേ. ഇവിടത്തെ 4 എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ C ആണ്. ഏത് രണ്ടും ഈക്വല്? Qവും Cയും ആണ് ഈക്വൽ. ഒന്നും കൂടി ശ്രദ്ധിക്കുക, എല്ലാവർക്കും വേണ്ടിയിട്ട് ധാർമ്മികങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്. ഈ Qവും ഈ ആറും Cയും ഈക്വൽ ആണ്. കാരണം എന്താ? ഇതിന്റെ വശം 4 സെന്റിമീറ്ററിന് എതിരെയുള്ള ആംഗിളും ഇതിലെ 4 സെന്റിമീറ്ററിന് എതിരെയുള്ള ആംഗിളും തുല്യമാണ് അല്ലേ. ഇത് തന്നെയാണ് നമ്മളിപ്പോൾ നേരെ പറയുന്നത്. ഈ 2 ട്രയാങ്കിൾ നോക്കുമ്പോ ഈ Qവും Cയും തുല്യമാണെങ്കിൽ അതിനെതിരെയുള്ള വശം, Qവിനെതിരെയുള്ള വശം രണ്ടും സെയിം ആണ്. മനസ്സിലായോ തിയറി എന്താണെന്ന്? ഒറ്റ തിയറി നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. കോണുകൾ ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ അത് വെച്ചാണ് നമ്മൾ കണക്കുകൾ ഇന്നലെയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഫസ്റ്റ് സെറ്റിലെ പേജ് നമ്പർ 15-ലെ 2 കണക്കുകൾ നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തതുള്ളത് 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആ പടം എല്ലാവരും ഒന്ന് വരയ്ക്കാം. 2ാമത്തെ വരച്ചു കഴിഞ്ഞു എല്ലാവരും? പടം ശരിക്കും വൃത്തിയിൽ വരയ്ക്കാട്ടോ. ഇവിടെ തന്നിരിക്കുന്നത് വരച്ചു എല്ലാവരും? ഇനി ഇവിടെ നോക്കാം. ABD എന്ന് പറയുന്ന ഒരു ലൈൻ ABD ഇവിടെ പറഞ്ഞു. എന്നിട്ട് ഇവിടെ നിന്ന് 6 സെന്റിമീറ്റർ ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. 6 സെന്റിമീറ്റർ. അതുപോലെ തന്നെ ഇവിടെ നിന്നും എത്രയാണ്? 6 സെന്റിമീറ്റർ. ഇതിങ്ങനെ ഇവിടേക്കും വരച്ചിട്ടുണ്ട്. ഇത് 6 സെന്റിമീറ്റർ ആണ്. ഇതിൽ നിന്നും ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അളവെടുത്ത് വരയ്ക്കണം കേട്ടോ. ഇത് റഫ് ഫിഗർ ആണ്, പക്ഷെ കാണുമ്പോൾ വൃത്തിയിൽ വരയ്ക്കണം. വെറുതെ കുത്തി കോരി വരയ്ക്കാന് ശരിക്കും സ്കെയിൽ എടുക്കുക. ഇവിടുന്ന് 6 സെന്റിമീറ്റർ അതൊന്നും വരയ്ക്കണ്ട, നിങ്ങൾ എഴുതിയാൽ മതി. ഇത് 6 സെന്റിമീറ്റർ ആണ്. ഇത് 4 സെന്റിമീറ്റർ. And it is 4 centimeter, ഇവിടെ 6 centimeter, ഇവിടെ C, ഇത് E. ഇത്രയുമാണ് തന്നിരിക്കുന്നത്. ചോദ്യം എല്ലാവരും വരച്ചിട്ടില്ലേ? എല്ലാവരും നോട്ട്ബുക്കില് വൃത്തിയായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ടാവണം. ABC എന്ന് പറയുന്ന ആദ്യത്തെ ഒരു ട്രയാങ്കിളും BDE എന്ന് പറയുന്ന അടുത്ത ട്രയാങ്കിളും വരച്ചു കഴിഞ്ഞോ? In the figure below, ACയും BEയും പാരലൽ ആണ് എന്ന് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ് ഈ ചിത്രത്തില് ACB, മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം 2 ടെക്സ്റ്റും കൂടി പിടിച്ചിട്ട് വേണമെങ്കിൽ അപ്പൊ 2നും ക്വസ്റ്റ്യൻ ശരിക്കും എഴുതി വെക്കാൻ നിങ്ങൾ മലയാളം മീഡിയക്കാർ മലയാളം എഴുതാം. ACയും BEയും ഈ രണ്ട് ലൈൻസ് എല്ലാവരും നോക്കാം. ACBE ഇത് രണ്ടും പാരലൽ ആണ് എന്ന് കിട്ടിയോ? ACBE സമാന്തര വരകളാണ് തന്നിട്ടുണ്ടത്. അടുത്ത് തന്നിരിക്കുന്നത്, ഇനി കാണാൻ തന്നിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാൻ മതി. എല്ലാ ക്വസ്റ്റ്യനും കൂടി എഴുതല്ലേ. ഈ പടം വരയ്ക്കാം. എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതാം. ആർ ദ ലെങ്ത് ഓഫ് BC ആൻഡ് DE ഈക്വൽ? വൈ? എന്തുകൊണ്ട്? BCയും DE എന്നീ വരകൾക്ക് ഒരേ നീളമാണോ എന്ന്.
ഒരേ നീളം ആണ്. ആണോ? ഏതാണ് രണ്ടെണ്ണം? എന്തെണ്ണം ചെയ്യുന്നത്? ബി സിയും ഡിഇയും. എന്ത് ബി സി? ഇത് ഈ ബി സിയും ഡിഇക്കും അകലം സെയിം ആണോ? ഇതിന്റെ രണ്ടിന്റെ നീളം ഒന്നാണോ? ഡിസ്റ്റൻസ് സെയിം ആണോ എന്ന്, അതിന്റെ ലെങ്ത് സെയിം ആണോ നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആംഗിൾ ഈക്വൽ ആയി നോക്കിയാൽ പോലെ ഈ ട്രയാങ്കിളിനെ നോക്ക്. എ ബി സി എല്ലാവരും നോക്കിയോ? എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തില് ഈ ട്രയാങ്കിളില് ഇത് 6 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ. അതുപോലെ തന്നെയാണ് ഇവിടെ 6ഉം ഇവിടെ 4ഉമാണ് അല്ലെ? രണ്ട് വശം സെയിം ആണ്. ഇതിലെ എ സിയും ഇതിന്റെ ഇതും ബിഇയും സെയിം ആണ്. ഇതിലെ എ ബിയും ഈ ട്രയാങ്കിളിലെ ബി ഡിയും സെയിം ആണ്. 4 സെന്റിമീറ്റർ തന്നെയല്ലേ? അപ്പോ ഇനി മൂന്നാമത്തെ വശം തുല്യമാണോ എന്ന് അറിയാനായിട്ട് ഈ ആംഗിളും തുല്യമായ പോലെ ഏത് രണ്ട് ആംഗിളാ? ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യമായാൽ ഈ കോണിനെതിരെയുള്ള ഈ വശവും ഈ കോണിനെതിരെയുള്ള ഈ വശവും തുല്യമാവില്ലേ? ആവോ? ആവും. അതുകൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം ഈ രണ്ട് ആംഗിൾസ് തുല്യമാണോ? ആദ്യം കണ്ടുപിടിക്കണം നമ്മൾ, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നോക്കാം. ഈ ലൈൻ അവർ പറഞ്ഞിട്ടുണ്ട് എ സിയും ബിയും പാരലൽ ആണ്. അതിലെ ഇങ്ങനെ ഒരു ലൈൻ കെട്ടിക്കുകയാണ്. നോക്കേ, എ സി ബിഇ. എ സി എന്ന് പറയുന്ന ലൈനും ബിഇ എന്ന് പറയുന്ന രണ്ട് ലൈനും നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ എ ഡി കൊണ്ട് ഇത് ചെയ്യാണ്. എ ഡി കൊണ്ട് നമ്മൾ ഇതിനെ നമ്മൾ ഇങ്ങനെ എണ്ണിച്ചാൽ എന്താണ്ടാവുന്നത്? ഏത് രണ്ട് ആംഗിൾസ് ആണ് നോക്ക്. ഈ ആംഗിളും ഈക്വൽ ആണ് എന്ന് നോക്കാം. എല്ലാവരും നോക്കിയാൽ നിങ്ങളുടെ പുസ്തകത്തില് ഇത് ഇങ്ങനെ രണ്ട് വരകള്, ആ രണ്ട് പാരലൽ ലൈനെ ഇങ്ങനെ ഒരു ലൈൻ കെട്ടിക്കുമ്പോഴാണ് ഈ ആംഗിളും ഏത് ആംഗിൾസാ? കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. കഴിഞ്ഞ പഠിച്ചിട്ടുണ്ടോ? സമാന കോണുകള് തുല്യമാണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് രണ്ട് ലൈൻ വരച്ചു, രണ്ട് പാരലൽ ലൈന് ഇങ്ങനെ ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഈ ആംഗിളും ദാറ്റ് ഈസ് ദ കറസ്പോണ്ടിങ് ആംഗിൾസ്. കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താണ് പറഞ്ഞോ? എന്താ? ഈക്വൽ. ശരിയാണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഇത് രണ്ടും ഈക്വൽ ആണ്, സമാനം. അപ്പൊ അതുകൊണ്ട് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി അല്ലേ? therefore ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയാൽ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് ബി സിയും ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഡിഇയും. ഇത് രണ്ടും ഈക്വൽ ആണ്. കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായി? ഇല്ലേ? അപ്പൊ ഒന്നുകൂടി പറഞ്ഞേ, എങ്ങനെയാ കാണും? ഒറ്റ കാര്യമുള്ളൂ, ഈ ആംഗിൾ ഒന്ന് ശരിയാക്കിയാൽ മതി. ഈ ചോദ്യത്തിന് ചോദ്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കട്ടെ, വെറുതെ വരച്ചിരിക്കാണ്ട്. ഈ ട്രയാങ്കിൾ ആണ് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളും ബി ഡി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളില് ഈ വശവും തുല്യമാണ്. എ ബിയും ബി ഡിയും തുല്യമാണ് അല്ലെ? ഇനി നമുക്ക് വേണ്ടത് ഈ രണ്ട് ആംഗിൾസ് തുല്യമാക്കിയാൽ മതി. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിന്റെ പാരലൽ ലൈൻ ഇവിടെ നോക്കാം. ഇത് രണ്ടും പാരലൽ ലൈൻസ് അല്ലേ? ഈ പാരലൽ ലൈനിന്റെ എന്താണ്? ഈ പാരലൽ ലൈനില് എന്താണ് വരുന്നത്? ഈ രണ്ട് പാരലൽ ലൈനില് ആംഗിൾസ് നോക്കാം. എങ്ങനെ നമ്മൾ നോക്കാം? കറസ്പോണ്ടിങ് ആംഗിൾസ് കാണണം. എങ്ങനെ കറസ്പോണ്ടിങ് ആംഗിൾസ്? ഈ രണ്ട് പാരലൽ ലൈനെ ഇങ്ങനെ ഒരു ലൈൻ കെട്ടിക്കുമ്പോ ടു പാരലൽ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യാണ്. ഇതൊരു ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഇത് രണ്ടും പാരലൽ ആണ്. അപ്പൊ അതിനൊരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ. കാരണം കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്, അത് ഈക്വൽ ആണ്. അപ്പൊ ആദ്യത്തെ ഇതിൽ എഴുതേണ്ടത് ഈ ആംഗിൾ എയും ആംഗിൾ ബിയും എത്ര ഈക്വൽ ആണെന്ന് എഴുതണം. കാരണം എന്താ റീസൺ എഴുതാം? ലൈൻ എഴുത്. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. ആംഗിൾ എ എന്നല്ല നിങ്ങൾ എഴുതാട്ടോ. എങ്ങനെ എഴുതാം? ഇത് ഇതാണ്. അപ്പൊ എന്താ പറയാ? സി എ ബി ഈസ് ഈക്വൽ ടു പറയും. എങ്ങനെ എഴുതാം? ഇ ബി ഡി. ഇത് രണ്ടും ഈക്വൽ ആണ്. കാരണം കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇത് രണ്ടും പാരലൽ ലൈൻ ആയതുകൊണ്ട് ഇത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്, സമാന കോണുകളാണ്. അതുകൊണ്ട് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ
ബി. therefore അടുത്ത സ്റ്റെപ്പ് therefore എന്താ കാരണം ഏതാ? അതുകൊണ്ട് എന്താണ്? ബി സിയും ഡി ഇയും തുല്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡി സിയും ബി ഡിയും ഇ ഡിയും തുല്യമാണ്. ബി സിയും ഇ ഡിയും ഇത് രണ്ടും തുല്യമാണോ എന്നല്ലേ ചോദ്യം? The lengths BC and DE are equal. അത് രണ്ടും തുല്യമാണോ? തുല്യമാണോ? തുല്യമാണ്. കാരണം എന്താണ്? കാരണം എന്താ? The angle opposite to equal side opposite to equal angle. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾ, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾ. അപ്പൊ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് വേണ്ട ഈ സൈഡും ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് വേണ്ട തുല്യ കോണുകളല്ലേ? കോണുകൾ തുല്യമാണെന്ന് തെളിയിച്ചു. ഈ കോണിനെതിരെയുള്ള വശങ്ങളും തുല്യമാണ്. ശരി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ ചോദ്യം എഴുതും. രണ്ടാമത്തെ ചോദ്യം എഴുതിയോ? എന്നാ എഴുതി കഴിഞ്ഞല്ലോ. എഴുത് ബി സി ഡി ഇ എന്നീ വരകൾ സമാന്തരമാണോ എന്ന്. ബി സിയും ഡി ഇയും സമാന്തരമാണോ എന്ന്. എന്തുകൊണ്ട്? നമ്മളിപ്പോ കണ്ടുപിടിച്ച് കഴിഞ്ഞു കേട്ടോ. ആർ ബി സി ആൻഡ് ഡി ഇ പാരലൽ. നമുക്ക് ഇതും ഇതും പാരലൽ ആണോ? പാരലൽ ആണോ? അത് രണ്ടും പാരലൽ ആവണമെങ്കിൽ എന്ത് വേണം? പറഞ്ഞോ. ചോദ്യം ഇതാണ്. ഇതും ഇതും അവർ പാരലലാണ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്നത് എ സിയും ഇതും പാരലലാണ്. അപ്പൊ നമ്മളിപ്പോ തെളിയിച്ചു കഴിഞ്ഞു. ഇത് രണ്ടും ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഈ രണ്ട് സൈഡ്സ് ഇപ്പൊ ഈക്വൽ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇനി ഇതും ഇതും പാരലൽ ആണെന്ന് നമ്മൾ തെളിയിക്കണം. പാരലൽ ആണോ ചോദിച്ചാണ്. ആണ്, പാരലൽ ആണ്. ഇനി എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ്? രണ്ട് പാരലൽ ലൈൻ ഇങ്ങനെ വരണമെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു സൈഡ്, ഈ രണ്ട് ലൈൻ പാരലൽ ആവണമെങ്കിൽ ഇതിനെ ഇന്റർസെക്ട് ചെയ്യുമ്പോ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആവണം. 90 ഡിഗ്രി ആവണം കേട്ടോ. ഇതും ഇതും ഈക്വൽ ആവണം. ഈക്വൽ ആവണ്ടേ? വേണം. ഇതും ഇതും ഈക്വൽ ആവണം. ഇവിടെയും ഇവിടെയും ഈക്വൽ ആയി കഴിഞ്ഞാൽ അത് പാരലൽ ലൈൻസ് ആവും. ഇനി എങ്ങനെയാ നമ്മൾ ഈക്വൽ ആണെന്ന് തെളിയിക്കാം? എങ്ങനെ ഈക്വൽ ആവാം നോക്ക്. നിങ്ങൾക്ക് അവർ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ എഴുതാം അത് രണ്ടും ഈക്വൽ ആണ് എന്ന്. കാരണം എന്താ? നമ്മുടെ എഴുതുന്നത് ഇത് രണ്ടും പാരലൽ ആവണമെങ്കിൽ ആ ആംഗിൾസ് ഈക്വൽ ആവണം. അപ്പൊ ചോദ്യം എന്താ? ചോദ്യം എന്താ പറഞ്ഞിരിക്കുക? ചോദ്യം ശരിക്കും മനസ്സിലാക്കി ചെയ്യും. ആർ ബി സി ആൻഡ് ഡി ഇ പാരലൽ. ഇത് രണ്ടും സമാന്തരമാണോ എന്ന്. അപ്പൊ നിങ്ങൾ അതിന് ഉത്തരം എന്താ എഴുതാം? സമാന്തരമാണ്. ഇറ്റ്സ് പാരലൽ. And why? എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ഇത് പാരലൽ ആവുന്നത്? ഇത് പാരലൽ ആവണമെങ്കിൽ എന്ത് വേണം? ആംഗിൾസ്. രണ്ട് പാരലൽ ലൈനിനെ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? രണ്ട് പാരലൽ ലൈൻസ് ഈക്വൽ ആവണമെങ്കിൽ എന്ത് വേണം? ഇത് രണ്ട് പാരലൽ ലൈൻ ആവണമെങ്കിൽ ഇതിന്റെ ആംഗിൾസ് സെയിം ഇതിലാവണം. അപ്പൊ പറഞ്ഞോ, ഇവിടെ നോക്കിയേ, ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും ഇപ്പൊ തുല്യം നമ്മൾ തെളിയിച്ചില്ലേ? കാരണം ഈ വശം ഇതിന് തുല്യാണ്, ഈ വശം ഇവിടെ തുല്യാണ്. ഇപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തതാണ്. ഇത് രണ്ടും തുല്യമാണെന്ന് തെളിയിച്ചു. കാരണം ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ സൈഡും ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് സൈഡും ഈക്വൽ ആവും. അപ്പൊ അതുകൊണ്ട് ഈ ട്രയാങ്കിളിന്റെ 3 വശങ്ങളും തുല്യായില്ലേ? അയ്യോ, ഇനി തുല്യവശങ്ങൾക്കുള്ള കോണുകളും തുല്യമാണ്. അപ്പൊ ഇതിനെതിരെയുള്ള വശമാണ് ഇത്. അപ്പൊ എന്താ എഴുതാം? ആംഗിൾ എ ബി സി. ഓക്കെ, ഇത് ബി ആണ് കേട്ടോ. ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു എഴുതാം. കാരണം എന്താ ഇത്? ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഡി ഇ. മനസ്സിലായോ? കിട്ടിയോ? കാരണം കാരണം എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ എഴുതാം കേട്ടോ. കാരണം ഇങ്ങനെയാണ് എഴുതാം. therefore എന്ന് പറയുമ്പോൾ 1 2 ഇവിടെ കുത്താണ്. കാരണം എന്ന് പറയുമ്പോൾ മുകളിൽ 2 കുത്തിട്ട് അടിയില്ല കേട്ടോ. ഇങ്ങനെ തിരിച്ചെഴുതണം കേട്ടോ. therefore ആയതുകൊണ്ട് എന്നുള്ളതിന് തിരിച്ചാണ് കാരണം. റീസൺ ഇവിടെയാണ് എഴുതേണ്ടത്. റീസൺ എന്താണ്? തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണാണ്.
ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്. ഇതിൽ 6 സെന്റിമീറ്ററിന് എതിരെയുള്ളതും ഇതിന്റെ 6 സെന്റിമീറ്ററിന് എതിരെയുള്ളതുമാണ് ഇതേ ആംഗിൾസ്. അപ്പൊ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യം. കൊണ്ട് നോക്ക്, ഇത് 6 സെന്റിമീറ്റർ, ഇത് 6 സെന്റിമീറ്റർ. ഈ 6 സെന്റിമീറ്ററിന് എതിരെയുള്ള വശമല്ലേ ഇത്? ഇവിടെ 6 സെന്റിമീറ്ററിന് എതിരെയുള്ള വശമാണ് ഇത്. അതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസും തുല്യമാണ്. അങ്ങനെ തുല്യമായാൽ അത് രണ്ടും ആയതുകൊണ്ട് എന്താ? therefore എന്താണ്? BC and DE are parallel. അതാണ് ചോദ്യം. DC യും BE യും പാരലൽ ആണോ എന്ന്. രണ്ട് ചോദ്യം കിട്ടിയോ? ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ, ശരിക്കും മനസ്സിലായോ നോക്ക്. ആർ ദ ലെങ്ത് ഓഫ് BC DE ഈക്വൽ. ഒന്നാമത്തെ ചോദ്യം രണ്ട് ഈക്വൽ ആണോ എന്ന് ചോദിച്ചത്. വശം തുല്യമാണോ എന്ന്. ഏത്? ഈ BC യും DE. അത് നമ്മൾ തെളിയിച്ച് തുല്യമാണ്. എന്താണ് കാരണം? ഈ രണ്ട് ആംഗിൾസ് ഇതിങ്ങനെ, ഇതും അതിന്റെ എഴുതുന്നത് എങ്ങനെയാണെന്നറിയോ? ഇതും പാരലൽ ലൈൻ ആണ് അല്ലേ? നോക്ക, AC എന്ന് പറയുന്ന ഈ ലൈനും BE എന്ന് പറയുന്ന ലൈനും പാരലൽ ആണ്. ഇത് പാരലൽ ആണ്. അതിനെങ്കിൽ AD എന്ന് പറഞ്ഞ ഈ ലൈൻ കൊണ്ട് ഇന്റർസെക്ട് ചെയ്യുമ്പോ, ഛേദിക്കുമ്പോ ഉണ്ടാകുന്ന ഈ കോണും തുല്യമാണ്. അങ്ങനെ വരുമ്പോ ഇതിനെതിരെയുള്ള ഈ വശം തുല്യമാണ്, ഇതിനെതിരെയുള്ള ഈ വശവും തുല്യമാണ്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, BC യും DE യും പാരലൽ ആണോ എന്ന്, സമാന്തരമാണോ എന്ന്. ഇത് സമാന്തരമാണോ നോക്കാനായിട്ട് ഈ ആംഗിളും തുല്യമായാൽ മതി. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയാൽ പോലെ. അതിന് നമ്മൾ എഴുതേണ്ട, അത് തുല്യമാണ്. കാരണം എഴുതാ, തുല്യവശങ്ങൾക്ക് ഈ ട്രയാങ്കിളിലെ ഇതിനെതിരെയുള്ള ഈ വശവും ഈ ട്രയാങ്കിളിലെ ഈ 6 സെന്റിമീറ്റർ എതിരെയുള്ള ഈ ആംഗിളും രണ്ടും സെയിം ആണ് അല്ലെ? ഈ വശത്തിനെതിരെ ഈ ആംഗിൾ, ഈ വശത്തിനെതിരെ ഈ ആംഗിൾ. അതുകൊണ്ട് ഇത് രണ്ടും തുല്യമാണ്. കിട്ടിയോ? മനസ്സിലായ? രണ്ട് ക്വസ്റ്റ്യൻ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായില്ലേ? നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. കിട്ടുന്നില്ലേ? സംശയം വരാണോ? നാളെ വരുമ്പോ ചോദിക്കാം, അപ്പൊ പറഞ്ഞു തരാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് കാണാം. ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ വരച്ച് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്കോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രത്തിൽ ABCD സമാന്തരികമാണോ എന്ന്. എന്തുകൊണ്ട് ഇത് സമാന്തരികമാണോ എന്ന്? whether this ABCD is a parallelogram. ശരിക്കും വരയ്ക്കാം. ഇത് A, ഇത് B, ഇവിടെ C, ഇവിടെ D ആണ്. and this is 35 degree. ഇതും 35 degree. ഇവിടെ തന്നിട്ടുണ്ട് ഇത് 6 സെന്റിമീറ്റർ. ഇവിടെ ഇതാണ് 6 സെന്റിമീറ്റർ. ഇത് പാരലോഗ്രാം ആണോ അല്ലെ? ചോദ്യം തന്നെ. പടം വരച്ചു കഴിഞ്ഞോ? വരയ്ക്കുക എല്ലാവരും. ABCയില് ഇവിടെ തന്നിട്ടുണ്ട് AC 6 സെന്റിമീറ്റർ ആൻഡ് BC 6 സെന്റിമീറ്റർ. പിന്നെ ഈ രണ്ട് ആംഗിൾസും 35 കിട്ടി. പാരലോഗ്രാമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? സാമാന്ത്രികം എല്ലാവർക്കും അറിയാം ഇല്ലേ? എന്താണ് സാമാന്ത്രികം? എന്താണ് പാരലോഗ്രാം? ഇതാണ് പാരലോഗ്രാം. ഈ പാരലോഗ്രാമില് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഇതും ഈക്വൽ ആയിരിക്കും. ഇതും ഈക്വൽ. 4 സൈഡ് ഈക്വൽ അല്ല കേട്ടോ. അത് സമഭുജ സാമാന്ത്രികമാണ്, റോംബസ് ആണ്. ഇവിടെ പാരലോഗ്രാം ആണ് പറഞ്ഞേക്കണേ. പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ പേര് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ABCD.
പാരലോഗ്രാഫ് പറയാൻ എന്ത് വേണം? എ ബിയും ഡി സിയും ഈക്വൽ ആവണം. എ ബിയും ഡി സിയും പാരലലും ആവണം. അതുപോലെ എ ഡിയും ബി സിയും പാരലൽ ആവണം. എ ഡിയും ബി സിയും ഈക്വൽ ആവണം. മനസ്സിലായോ? അപ്പൊ ഇത് പാരലോഗ്രാം ആണ് തെളിയിക്കാൻ നമ്മൾ പോവുകയാണ്. എങ്ങനെയാണ് നമ്മൾ തെളിയിക്കാം ഇത് പാരലൽ ആണ് എന്നറിയാൻ? നോക്കാം. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എടുത്ത് എ ബി സി കാണില്ലേ? ഇതൊരു ട്രയാങ്കിൾ അല്ലേ? അതേപോലെ തന്നെ എ ഡി ബി രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് കിട്ടിയോ? ഈ പാരലോഗ്രാമിനെ നമ്മളിന്ന് തിരിച്ചു രണ്ട് ട്രയാങ്കിൾ ആക്കി. മനസ്സിലായില്ലേ എല്ലാവർക്കും? ഇത്രയും നമ്മൾ ചെയ്തത് രണ്ട് ട്രയാങ്കിൾസ്. ഇത് രണ്ട് ട്രയാങ്കിൾസ് ആയി കഴിഞ്ഞാൽ ഈ ആംഗിൾസ് ഒന്ന് എഴുതാം കേട്ടോ. നോക്ക്, ഇത് 35 അല്ലേ? ആംഗിൾ 35 അല്ലേ? ഈ 35-നെതിരെയുള്ള ഈ സൈഡ് ഏതാ? ബി സി. അതേപോലെ ഈ ട്രയാങ്കിളിലെ ഇതല്ലേ 35, അപ്പൊ അതിനെതിരെയുള്ള ഈ സൈഡ് എ സി. ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ എഴുതണം. എന്ന് എഴുതാം എ ഡി ഇസ് ഈക്വൽ ടു ബി സി. കാരണം എന്താ? എ ഡിയും ബി സിയും തുല്യമാണ്. എന്താ കാരണം? പറഞ്ഞോ. കാരണം എന്താ? തുല്യ കോണിന് 35-നെതിരെയുള്ള ഈ വശം, ഇവിടെ 35-നെതിരെയുള്ള ഈ വശം രണ്ടും തുല്യല്ലേ? തുല്യ കോണിനെതിരെയുള്ള വശം. അപ്പൊ നിങ്ങൾ ബ്രാക്കറ്റിൽ കാരണം എഴുതാ. എന്താ കാരണം എഴുതാ? മുകളിൽ 2 കുത്തിട്ടിട്ട് ഇങ്ങനെ. ഇതാണ് കാരണം കേട്ടോ. ഞാൻ പറഞ്ഞത് നേരത്തെ ഇടുമ്പോ മുകളിൽ ഒരു കുത്തിട്ടിട്ട് ഇവിടെ ഇവിടെയാണ് കാരണം എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ എഴുതുമ്പോ കാരണം മുകളിൽ 2 കുത്തും അടിയിലാണ് ഒരു കുത്തും. അപ്പൊ പറഞ്ഞോ കാരണം എന്താ എഴുതാം? ദ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡും ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡും ഈക്വൽ ആണ്. കിട്ടിയോ? കാരണം ഇതിലേക്ക് എ ഡി ഈസ് ഈക്വൽ ടു ബി സി. എന്താ കാരണം എഴുതാം? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. തുല്യ കോണിന് എതിരെയുള്ള വശങ്ങൾ തുല്യം. മലയാളം എഴുതാൻ എഴുതാട്ടോ. എ ഡി ഈസ് ഈക്വൽ ടു ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡി ഈസ് ഈക്വൽ ടു ബി സി എന്ന് കാരണം എഴുതാം തുല്യ കോണിനെതിരെയുള്ള വശങ്ങൾ തുല്യം. കിട്ടി? ഇനി അപ്പൊ ഇത് രണ്ടും തുല്യമാണെന്ന് കിട്ടി. ഇനി അടുത്തത് നമുക്ക് എഴുതാം. ഇവിടെ തന്നിട്ടുണ്ട് എ സി 6 സെന്റിമീറ്റർ അല്ലേ? is equal to BD. It's given. തന്നിട്ടുണ്ട്. എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 6 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോ ഈ വശവും തുല്യമാണ്. ഇതും തുല്യമാണ്. ഇനി ഇങ്ങനെ ഈ രണ്ട് ലൈൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വര വരയ്ക്കാണ്. ഓക്കെ, ബി സിയും എ ഡി ഇപ്പൊ ഇത് രണ്ടും തുല്യായി അല്ലേ? തുല്യമാവുമ്പോ മൂന്നാമത്തെ ഈ വശം നമ്മൾ തെളിയിച്ചു കഴിഞ്ഞതാണ്. എന്നത് ബി സിയും എ ഡിയും തുല്യാണ് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഈ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും കൂടി ആക്കണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ വശം ഇതും ഇങ്ങനെ ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഈ ആംഗിളും എത്രയാ? തുല്യാണ് അല്ലേ? 35 അല്ലേ? അത് ഏത് കോണുകളാ? ഓക്കെ, ഇങ്ങനെ രണ്ട് ലൈൻ ഇന്റർസെക്ട് ചെയ്യുമ്പോ ഉണ്ടാവുന്ന ഈ ആംഗിൾ അല്ലെ? ഇതും ഇവിടത്തെ അതിർത്തിയാണെങ്കിൽ ഇവിടെ എന്താണ് കണ്ടോ? ഇതും ഈക്വൽ ആണ്. കാരണം എന്താ? ഏത് കാരണം കൊണ്ട് ഇത് രണ്ട് ആംഗിൾസാ? ഓൾട്ടർനേറ്റ് ആംഗിൾസ്, മറുകോൺ അല്ലേ? ഈ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ രണ്ട് ലൈൻസ് പാരലൽ ആണ് എഴുതാം. അതുകൊണ്ട് എന്താ എഴുതാം? എ സിയും ബി ഡിയും ഈക്വൽ ആണ്. അതുപോലെ തന്നെ എന്താണ്? എ ഡിയും ബി സിയും ഈക്വൽ ആണ്. തെളിയിച്ചില്ലേ? എ ഡി പാരലൽ ബി ഡി. പാരലൽ എന്ന് പറഞ്ഞാൽ രണ്ടിങ്ങനെ വരയിട്ട് കൊടുക്കുക. പാരലൽ സമാന്തരം എന്നാണ് അർത്ഥം കേട്ടോ. സമാന്തരമാണ്. കാരണം ഈ ആംഗിളും എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് എഴുതണം കേട്ടോ. എന്താ കാരണം എഴുതാം? ഇതിന്റെ പേര് എങ്ങനെ എഴുതാം? ഈ ആംഗിളിന്റെ പേര് എന്താ എഴുതാം? ആംഗിൾ ഏത് എഴുതരുത് കേട്ടോ. ഇങ്ങനെ എഴുതാം സി എ ബി. മനസ്സിലായോ? എഴുതാം സി എ ബി. ഇനി ഇതെങ്ങനെ എഴുതാം? ഡി ബി എ. എഴുതിയോ?
ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് എന്ന് വെച്ചാൽ എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഈക്വൽ ആണ്. ഇത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ലൈൻസ് പാരലൽ ആണ്. therefore ചോദ്യം എന്താ ചോദിച്ചാണെന്നെങ്കിൽ ABCD is a parallelogram. ആയതുകൊണ്ട് ABCD സമാന്തരികമാണ്. കിട്ടിയോ? അപ്പൊ പാരലോഗ്രാം ആവണമെങ്കിൽ നമ്മൾ എന്തൊക്കെ തെളിയിച്ചു? രണ്ടാമത്തെ ചോദ്യം എല്ലാവർക്കും മനസ്സിലായോ? പാരലോഗ്രാം ആവണമെങ്കിൽ എന്ത് വേണം? സമാന്തരികം. സമാന്തരികത്തിന്റെ പ്രത്യേകത രണ്ട് കാര്യങ്ങളാണ്. എതിർവശങ്ങൾ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തുല്യമാവണം, ഇത് രണ്ടും പാരലലും ആണ്. ആദ്യം തന്നെ നമ്മൾ ഇത് രണ്ടും തുല്യമാക്കി. എല്ലാവരും എഴുതിയില്ലേ? എങ്ങനെ തുല്യാക്കിയത്? ഈ സൈഡും ഈക്വൽ ആണ് അല്ലേ? അപ്പൊ 35-നെതിരെയുള്ള ഈ വശം 35-നെതിരെയുള്ള ഈ വശം ഇത് രണ്ടും തുല്യമായി. അതെന്താ കാരണം? ആദ്യത്തെ നിങ്ങൾ എഴുതിയത് BCയും ADയും BC ഈക്വൽ ആണ്. അതിന് ഞാൻ പറഞ്ഞു ഇവിടെ കാരണം എഴുതാൻ പറഞ്ഞു. എന്താ കാരണം എഴുതിയേ? സൈഡ്സ് പറഞ്ഞോ? സൈഡ്സ് പറയെല്ലാവരും പറഞ്ഞു എഴുത്. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾ, തുല്യ കോണിന് എതിരെയുള്ള വശം. ഇത് 35 ഇതിനെതിരെയുള്ള ഈ വശം, ഇത് 35 അതിനെതിരെയുള്ള വശം. അപ്പൊ ഈ വശം തുല്യമായി. കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയില്ലേ? തുല്യമായി. ഇനി അടുത്ത അപ്പൊ എതിർവശം തുല്യായി. ഈ രണ്ട് വശം തുല്യം തന്നിട്ടുണ്ട്. ഇത് രണ്ടും തുല്യായി. ഇനി ഇത് രണ്ടും പാരലൽ ആക്കണം. പാരലൽ ആവാനായിട്ടാണ് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ രണ്ട് ലൈനെ ഇതൊന്ന് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ എടുത്ത് കാണിച്ചു തന്നു അല്ലെ? ഇതിങ്ങനെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഈ ആംഗിളും ഇതും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഓൾട്ടർനേറ്റ് ആംഗിൾ. മറുകോൺ തുല്യമാണ്. അതുകൊണ്ട് ഈ രണ്ടും സമാന്തരമാണ്. അപ്പൊ എതിർവശങ്ങൾ തുല്യമാണ്, എതിർവശങ്ങൾ സമാന്തരമാണ്. therefore it is a parallelogram. ABCD ഒരു സമാന്തരികമാണ്. കിട്ടിയോ? ഇത്രയും സ്റ്റെപ്പ് എഴുതണം കേട്ടോ. പാഠം എളുപ്പമാണ്. ഇത്രയും പറയുന്ന ഒരൊറ്റ തിയറി. എന്താ? തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഒരു തിയറിയാണ്. തുല്യ കോണിനെതിരെയുള്ള വശങ്ങൾ തുല്യം, അല്ലെങ്കിൽ തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോൺ തുല്യം. നേരെ തിരിച്ച് തുല്യ കോണിനെതിരെയുള്ള വശം തുല്യമാണ്. ഇനി ഈ വശങ്ങൾ തുല്യമാണെങ്കിൽ ഈ വശത്തിനെതിരെയുള്ള ഈ കോണുകൾ തുല്യം. ശരി, മനസ്സിലായില്ലേ? രണ്ട് ചോദ്യമാണ് നമ്മൾ ഇന്ന് ചെയ്തത്. അപ്പോ ഈ രണ്ട് ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് തിയറി ഒന്നാണ്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് ഇതിലെ നാലാമത്തെ. ഈ പേജിൽ നമ്മൾ ഇന്ന് തുടങ്ങിയതിൽ മൂന്നാമത്തെ. ഈ പേജിൽ നമ്മളിപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 2 ചെയ്തു, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവരും പടം വരച്ച് വേഗം അതും കൂടി വേഗം ചെയ്തു തീർക്കാം. എല്ലാ കണക്കും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 2 പ്രാവശ്യം വീതം റഫ് ബുക്കിൽ ഇത് ചെയ്യാം. എഴുതാൻ ഒരു മടിയും വിചാരിക്കേണ്ട. എഴുതി പഠിക്കാട്ടോ. നാളെ തന്നെ എനിക്ക് കാണിച്ചു തരണം എഴുതി പഠിച്ചേക്കണത്. വെറുതെ പകർത്തി എഴുതരുത്. മനസ്സിലാക്കി അത് പറഞ്ഞ് ശരിക്കും എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. AB എന്ന വരയുടെ മധ്യബിന്ദുവാണ് M. ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. AB അതിന്റെ മിഡ് പോയിന്റ് ആണ് M എന്ന്. ഫസ്റ്റ് ലൈൻ അതാണ് പറയുന്നത്. ഇൻ ദ ഫിഗർ M is the point on line AB. കണ്ടോ എല്ലാവരും? ചിത്രത്തിലെ AB രണ്ട് സ്റ്റെപ്പിൽ ഞാൻ ചോദ്യം മലയാളം മീഡിയത്തിന്റെയും ഇംഗ്ലീഷ് മീഡിയത്തിന്റെയും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ശരിക്കും 2 ടെക്സ്റ്റ് പിടിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ശരിക്കും എഴുതാം. മലയാളം മീഡിയക്കാർ അത് എഴുതാം. AB എന്ന വരയുടെ മധ്യബിന്ദുവാണ് M. ABCയിലെ മറ്റു 2 കോണുകൾ കണ്ടു. ഇവിടെ ഒരു കോൺ തന്നിട്ടുണ്ട് കേട്ടോ. ആംഗിളിന് 50 ഡിഗ്രി തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ ABCയിലെ മറ്റ് 2 കോണുകൾ എന്ന് പറഞ്ഞാൽ ഈ കോണും കണ്ടുപിടിക്കാം. ഇത്രയാണ് തന്നിരിക്കുന്നത്. അതില് ഇത് 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ 50 തന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് മിഡ് പോയിന്റ് ആണ് കേട്ടോ. മിഡ് പോയിന്റ് ശരിക്കും മിഡ് പോയിന്റ് തന്നെ മീഡിയൻ ആണ്. പക്ഷെ ഇത് ശരിക്കും 90 ഡിഗ്രി ആണ്. സോ ഇറ്റ് ഇസ് എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൂടിയാണ്.
അല്ലെ? ഇത് 90 ഡിഗ്രി ആണെന്ന് അവർ തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ വരച്ചിട്ടില്ല എല്ലാ ദിവസത്തില് ഇങ്ങനെ വരച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? 90 ഡിഗ്രി ആണെന്ന്. അപ്പൊ ഇത് 50 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അപ്പൊ ഈ ആംഗിൾസ് നമുക്ക് കിട്ടില്ലേ? കിട്ടില്ലേ? അപ്പൊ ഇനി നിങ്ങൾ നോക്കാം, ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ. അതിനാദ്യം തന്നെ 2 ട്രയാങ്കിൾ കാണാം. ഏതാ 2 ട്രയാങ്കിൾ? AMC. മനസ്സിലാവുണ്ടോ എല്ലാവർക്കും? പടത്തേക്ക് ശരിക്കും നോക്കി, ഇവിടെ നോക്ക്. AM എല്ലാരും വരച്ചതല്ലേ നോട്ട്ബുക്കില്? ഇവിടെ നോക്ക്, AMC. അതുപോലെ BMC. 2 ട്രയാങ്കിൾസ് കണ്ടോ? ഇനി അതിലെ വശങ്ങൾ നമ്മൾ നോക്കാം ഏതൊക്കെ തുല്യമെന്ന്. ഇവിടെ തന്നിട്ടുണ്ടോ എല്ലാ വശങ്ങളും? ആംഗിൾസേ തന്നിട്ടുള്ളൂ കേട്ടോ. നോക്ക്, ആദ്യം തന്നെ നോക്കാം. ഇത് 90 ആണ്, ഇത് 50 ആണ്. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? ഒരു ട്രയാങ്കിളിന്റെ ഇന്റീരിയർ ആംഗിളിന്റെ സം എത്രയാണ്? 180 ആണ്. അപ്പൊ ഇവിടെ നോക്കാം, കൂട്ടുക. 90 പ്ലസ് 50 പ്ലസ് സി അല്ലെ? ആംഗിൾ സി ആണ് 180. സി എന്ന് എഴുതരുത് കേട്ടോ നിങ്ങള്, ACM ഇങ്ങനെ എഴുതണം. ആംഗിൾ ACM. കാരണം സി ഫുൾ അല്ല, കാരണം ഈ ഒരു കഷ്ണമാണ്. കണ്ണുണ്ടത് ശരിക്കും ആംഗിൾ ACM. അത് 3 കൂടി കൂട്ടിയാൽ, ഈ 3 കൂടി കൂട്ടിയാൽ 180 ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടി ആംഗിൾ ACM എത്രയാണെന്ന്? 90 പ്ലസ് 50 എത്രയാ? 140. അപ്പൊ 140 പോയാ എത്രയാ? 180 നിന്ന് ഈ 90 പ്ലസ് 50 140 ഇങ്ങോട്ട് പോകുമ്പോ ACM എത്ര കിട്ടി? 40 ഡിഗ്രി കിട്ടിയില്ലേ? അപ്പൊ ഇത് 50 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 40 ഡിഗ്രി. ഇതിന്റെ കിട്ടി. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കാം. നോക്ക്, ഈ ട്രയാങ്കിളിന്റെ ഈ വശം ഏതാ? CM. ഈ ട്രയാങ്കിളിലെ BCM-ലും CM ഇല്ലേ? അപ്പോ ഇതിനെതിരെയുള്ള ഈ ആംഗിൾ 50 ആണെങ്കിൽ ഇതിനെതിരെയുള്ള ഈ ആംഗിൾ എത്രയായിരിക്കും? സെയിം അല്ലേ? എന്താ കാരണം? തുല്യ കോണിനെതിരെയുള്ള വശങ്ങൾ, അല്ല, തുല്യ വശത്തിനെതിരെയുള്ള കോൺ തുല്യമാണ്. ഈ സൈഡ് ഇതിനുണ്ട് CM എന്ന് പറഞ്ഞാൽ ഇതിലുണ്ട്, CM എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിലുണ്ട്. അപ്പൊ CM-ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡ് 50 ഡിഗ്രി ആണെങ്കിൽ ഇതിലെ CM-ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും 50 ഡിഗ്രി. അപ്പൊ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എഴുതേണ്ടത് ആംഗിൾ B = 50 ഡിഗ്രി. എന്താ കാരണം? എന്താണ്? ആംഗിൾ ഓപ്പോസിറ്റ് ടു CM അല്ലേ? ആംഗിൾ ഓപ്പോസിറ്റ് ടു CM. CM എന്ന വശത്തിനെതിരെയുള്ള കോൺ. ഇവിടെ CM-നെതിരെയുള്ള വശം എത്രയാണ്? 50 ആണ്. അതുകൊണ്ട് ഇവിടത്തെയും CM-നെതിരെയുള്ള വശം